സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു വഴിക്കാണെങ്കിൽ നമ്മുടെ കൺമണിയെ തട്ടിക്കൊണ്ടുപോകാൻ വരുണും സംഘവും വന്നിട്ട് ഒടുക്കം തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ കൊടുത്ത ഓണറെ തന്നെയാണ്. അതായത് മാനസയാണ് അവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ബാഗിൻ്റെ സിബ് അഴിക്കുന്ന സമയത്ത് മാനസയുടെ മുഖം കാണുമ്പോഴാണ് അവന്മാർക്ക് മനസ്സിലാകുന്നത് മാനസ മേഡത്തെയാണ് തട്ടിക്കൊണ്ടുവന്നത്. ഇനി ആരും അറിയാതെ എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്ന് തീരുമാനിച്ച് അവന്മാരാണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നു. അതേസമയം നമ്മുടെ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പോലീസ് വന്ന സമയത്ത് എല്ലാ സത്യങ്ങളും നമ്മുടെ മനോജ് തുറന്നു പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഗുണ്ടകൾ മനോജിനെ ചതിക്കുമായിരുന്നു. അവരിൽ ഒരാളെ പോലീസിൻ്റെ മുമ്പിൽ കീഴടക്കിക്കൊണ്ട് മനോജിനെ അകത്താക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ നാടകം, അതായത് മനോജും തങ്ങളുടെ കണ്ണിയിൽപ്പെട്ട ഒരാളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മനോജ് കട്ടുകൊണ്ടുപോയ ആ 10 ലക്ഷം രൂപ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത കെണിയിൽ മനോജ് പെട്ടു എന്ന് തന്നെ പറയാം. ഇതൊക്കെ മനസ്സിലാക്കിയ കൃഷ് ആണെങ്കിൽ ഗുണ്ടകളെ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി നമ്മുടെ കൺമണിയുടെ ശരീരത്ത് കിടക്കുന്ന ആഭരണങ്ങളെല്ലാം ഊരി മേടിച്ചുകൊണ്ട് പോകുന്നു. ഒടുക്കം വീണ്ടും കത്തിമുനയിൽ നിന്നും കൃഷ് ആണെങ്കിൽ ആ ഗുണ്ടകളെ തല്ലുന്ന സമയത്ത് ഒരു വെട്ടുകൊണ്ട് നമ്മുടെ കൃഷിൻ്റെ നില ഗുരുതരമാകുന്നുണ്ട്. ആ സമയം തന്നെ കൃഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഭയങ്കര വിഷമത്തിലാണ് സുചിത്രയും സാഗറും ഒക്കെ. വിവാഹം നടക്കേണ്ട വീട്ടിൽ ഒരു മരണ വീട് പോലെ ആയി മാറി എന്ന് തന്നെ പറയാം. അതായത് വിവാഹം നടത്തി കൊടുക്കേണ്ട ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ വിവാഹം കഴിക്കേണ്ട വരൻ വെട്ടുകൊണ്ട് ആശുപത്രിയിലും. കൺമണിക്ക് സഹിക്കുന്നതിനും അപ്പുറം വിഷമമാണ്. അതേസമയം കൺമണിയാണെങ്കിൽ സുചിത്രയും സാഗറിനെയും മാറി മാറി വിളിക്കുന്നെങ്കിലും അവർ ഈ ടെൻഷൻ്റെ പുറത്ത് കോൾ എടുക്കുന്നില്ല. കൃഷിൻ്റെ കണ്ടീഷൻ എന്താണെന്നറിയാതെ വിഷമത്തിൽ നിൽക്കുന്ന അവരാണെങ്കിൽ ഫോൺ എടുക്കാനൊക്കെ വിട്ടുപോകുന്നു. അതറിയാതെ കൺമണി മാറി മാറി വിളിക്കുന്ന സമയത്ത് അമ്മായി വന്ന് പറയുന്നു, ഇനി മനോജിനെ പോലീസ് കൊണ്ടുപോയി ഗുണ്ടകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി. കൃഷിനാണെങ്കിൽ ഇങ്ങനൊരു അപകടം ഉണ്ടായി. അതിൻ്റെയൊക്കെ പേരിനുള്ള വിഷമത്തിലാണോ അല്ലെങ്കിൽ ദേഷ്യത്തിനാണോ കൺമണി വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് നോക്കിയപ്പോൾ കൺമണിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. അപ്പം നമ്മുടെ ശ്രീനിവാസനാണെങ്കിൽ വന്ന് കൺമണിയെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ഗോകുലിനെ അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഗോകുൽ ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതും നമ്മുടെ ധനലക്ഷ്മി ആണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഗോകുലിൻ്റെ കൈയും പിടിച്ച് വലിച്ച് ശ്രീനിവാസനോട് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ഏതർത്ഥത്തിലാണ് ഞാൻ സമാധാനിക്കേണ്ടേ? അച്ഛനൊന്ന് പറ എന്ന് പറയുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് നിൽക്കുവാണ്. കൺമണി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. കൃഷ് സാറാണെങ്കിൽ ഏത് കണ്ടീഷനിലാണെന്ന് പോലും അറിയുന്നില്ല, വിളിച്ചിട്ട് കോള് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കൺമണി അങ്ങ് വിഷമത്തോടെ പോകുന്നത് കണ്ടിട്ട് ധനലക്ഷ്മി അമ്മായിയും ശ്രീനിവാസനും കൂടി സമാധാനിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മാനസയെ കാണാത്തതിൻ്റെ പേര് ജയമോഹനോട് ഹേമ വന്ന് ചോദിക്കുന്നു, മാനസ ഇതെവിടെ പോയി? അവളെ നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ എന്ന് പറയുന്ന സമയത്ത് ജയമോഹനാണെങ്കിൽ മാനസ കൺമണിയുടെ ഹൽദി കൊളമാക്കാനും അതുപോലെ കൺമണിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം മുടക്കാനാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ സീരിയസ് ആയിട്ടൊന്നും ഈ വിഷയം എടുക്കുന്നില്ല. അതേസമയം ഈ മൈലാഞ്ചി കല്യാണത്തിന് കൺമണിയുടെ വീട്ടിലേക്ക് നമ്മൾ ശരിക്കും പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സുചിത്ര പൊട്ടിക്കരയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, ശരിക്കും കൃഷ്ണമോൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ശ്രീനിവാസൻ വല്ല അവിവേകവും ചെയ്തേനെ. നമ്മളുണ്ടായതുകൊണ്ട് മാത്രമാണ് അവരെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. എനിക്ക് അവരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ സാഗർ എന്നൊക്കെ പറഞ്ഞ് സുചിത്രയും സങ്കടപ്പെടുന്നതും കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത്. മാനസയും മനോജിൻ്റെയും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു തടസ്സവും കൂടാതെ വിവാഹം കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കൃഷിന് ഇങ്ങനെ ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന കണ്ടീഷനിൽ വിവാഹം മാറ്റിവെക്കാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ സുചിത്രയാണെങ്കിൽ ഡോക്ടറിൻ്റെ പിന്നാലെ കൃഷിന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പോകുന്നു. അതേസമയം കൺമണിയോട് ശ്രീനിവാസൻ പറയുന്നു, ശരിക്കും പറഞ്ഞാൽ മോളെ എൻ്റെ മനസ്സിൽ നല്ല ആവലാതിയുണ്ട്, എന്താകുമെന്ന് കാത്തിരിക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.